ഞങ്ങൾ എപ്പോഴെങ്കിലും, എനിക്ക് മാധ്യമമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്, ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആരോടെങ്കിലും ഈ കുട്ടികൾ ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ ഒരു സംഭവം നടന്നു, നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞില്ല. കാരണം ഈ കുട്ടികളെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കുണ്ടാകുന്നൊരു ക്ഷീണം പോലെ ഇവരുടെ മാതാപിതാക്കൾ നിരപരാധികളാണെങ്കിൽ ഇവർ കാണിച്ച ഇതിൽ അവരെന്തുമാത്രം അനുഭവിക്കും നിങ്ങൾ ഓർക്കുക. അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ആരോ ഒരാൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടി, ഇതിനേക്കാൾ അവർ ബുദ്ധിമുട്ട്. കാരണം വളരെ സാധു കുടുംബത്തിൽ, പക്ഷെ അവരായിട്ട് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു, നിർബന്ധിപ്പിച്ചു. ഇപ്പം തന്നെ ഇന്നിവിടെ നിങ്ങൾ വരുന്നു എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കെതിരെ പറഞ്ഞൊരാരോപണം പൊളിഞ്ഞ് പപ്പടമാവും നിങ്ങൾ കണ്ടു വീഡിയോ സഹിതം. ആ വീഡിയോ പോലും നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, നമുക്ക് കിട്ടില്ല. കാരണം പോലീസ് കൊണ്ടുപോയിരിക്കുന്ന CCTV ദൃശ്യങ്ങളാണ്. അപ്പോൾ അത് പോലീസിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ കള്ളം പൊളിഞ്ഞു കഴിഞ്ഞു. ഇനി അവർക്ക് നിൽക്കക്കള്ളിയില്ല. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി. ഇതെല്ലാം നിങ്ങൾ പുറത്തു കൊണ്ടിരുന്നതിന്, നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് അഭിനന്ദനങ്ങൾ. കേട്ടില്ല. അതെ 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 അല്ല, ഇതെല്ലാം കൂടിയാണ് നമ്മൾ പറയുന്നത്. ഈ വ്യാപ്തി വരുന്നതെന്ന് വെച്ചാൽ ഈ 69 നിൽക്കത്തില്ല. ഇതിപ്പോൾ ഒരു ആദ്യം നമുക്ക് ഓഡിറ്റേഴ്സ് പറഞ്ഞു തരുന്നതാണ്. അതിൽ പോലും വ്യത്യാസം വരാം. ഇപ്പം ഞാൻ പറയട്ടെ, ഈ കുട്ടികളുടെ അക്കൗണ്ടുകളിൽ ഏതോ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ 34 ലക്ഷം രൂപ വന്നിരിക്കുന്നു, ഒരു കുട്ടിയുടെ 12. ഇവരൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡബിളിങ് വരാനും സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ആ കുട്ടികൾ ഷെയർ ചെയ്തിരിക്കുന്നു, അവർ തമ്മിൽ ഷെയർ ചെയ്തിരിക്കുന്നു. ഇനി ആരുടെയൊക്കെ അക്കൗണ്ടിലോട്ട് മാറ്റിയിരിക്കുന്നു, ഇത് മുഴുവൻ ഒരു ഓഡിറ്റിംഗ് നടത്തി കഴിയുമ്പോൾ പോലീസിന് കിട്ടും. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനി ഇത് വെളിയിൽ വരാൻ പറ്റും. തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ മകളോടൊക്കെ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധക്കുറവിനകത്തുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കണം, ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിൽ നമ്മൾ സ്ഥാപനത്തിന് ആളുകളെ വയ്ക്കുന്നു, വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ലുലു എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് യൂസഫ് അലി സാർ, അദ്ദേഹമാണ് ലുലു മോളും. അദ്ദേഹം ഡെയിലി ഈ മോളുകളിൽ മുഴുവൻ പോയിരിക്കുമോ? ഇല്ല. വിശ്വസ്തരായ സ്റ്റാഫുകളെ വയ്ക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു, കണക്ക് നടക്കുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ. ഇതൊരു ചെറിയ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നു, അത് പ്രതീക്ഷയ്ക്ക് അപ്പുറം വളരുന്നു. അപ്പോഴെന്താ നോക്കുന്നത്? ഈ കുട്ടികൾ ഞങ്ങൾ വേറെ സ്റ്റാഫിനെ കൊണ്ടുവരാം, ഇവരുടെ കൂട്ടുകാരികളെ കൊണ്ടുവരുന്നു. നമ്മളും പറയുന്നു സന്തോഷം, വാ മക്കളെ എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. ഇവരിങ്ങനെ ചെയ്യുന്നു. ഇവരുടെ വീഡിയോസ് നോക്കൂ, കല്യാണവും മറ്റു പരിപാടികളും. ഇവളുടെ കൂടെ നിൽക്കുന്ന കുട്ടികളാണ്. ഇവളുടെ 5-ാം മാസം 7-ാം മാസം വരെ പരിപാടി നടക്കുമ്പോൾ ഈ കുട്ടികളാണ്. നമ്മൾ ചിന്തിക്കൂ ഇവരാണെന്ന്. അല്ലല്ല, ഈ ഇടപാടുകളെല്ലാം കൂടി അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമുക്കിതൊക്കെ അറിയാൻ കഴിഞ്ഞത് അത് നിങ്ങൾ കൃത്യമായിട്ട് പോലീസിനോട് വെച്ചാൽ. കാരണം ഇതൊരു വലിയ, ഞങ്ങളുടെ ഫോണിലൊക്കെ നോക്കുമ്പോഴേ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ 100 പേജിന് മുകളിൽ. ഈ ഞങ്ങൾക്ക് ചെറിയ സംശയം തോന്നി. കാരണം വെച്ചാൽ ബേസിക് തുടങ്ങിയെന്ന് വെച്ചാൽ ഇവളുടെ അനിയത്തി ഇഷാനിയുടെ ഫ്രണ്ട് വന്ന് അവിടെ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ QR കോഡ് വർക്ക് ചെയ്യുന്നതിന് വേറെ കാണിച്ചു. ഹൻസികയുടെ രണ്ടുപേര്. അപ്പം അവര് പൈസ കൊടുത്തതിന് ശേഷം അവർ നോക്കി വേറെ പേര് വന്നു. ഇവരെ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ദിയക്ക് ഈ പൈസ കിട്ടിയോ? ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഇല്ല. ഇത് വിളിച്ച് ചോദിക്കുന്നിടത്തുനിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം.